റൂമിന്റെ ഉള്ളിൽ വെളിച്ചം കൊടുക്കാതെ പട്ടിണിക്ക് ഈ മനുഷ്യരെ ഇട്ടിട്ട് 40 ദിവസം ഇങ്ങനെ ചെയ്തപ്പോ സുബ്ഹാനല്ലാഹ്, ബാക്കിയുള്ളവര് വിചാരിച്ചു 1-2 ദിവസം ഹറാമിന് പുല്ല് വില വന്നാൽ, ഹറാമ് ലാഘവത്തോടെ കണ്ടാൽ, ഹലാലാക്കുന്ന പരിവേഷം വന്നാൽ പലരും ചെയ്യുന്നു എന്ന മുഖേന പ്രശ്നമില്ല എന്ന ഒരു ചിന്തയും വാക്കും വന്നാൽ ഒരൊറ്റ ഹറാമിനെ ഹലാലാക്കിയാൽ തന്നെ ദീന് വിട്ട് പുറത്തുപോയി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യവും അതിന് ആസ്വാദകരും അതിന് പ്രേക്ഷകരും അതിന് സമ്പാദകരും അതിന് പ്രസിദ്ധീകരിക്കുന്ന ആളുകളും അതിന് പബ്ലിസിറ്റി ചെയ്യുന്നവരും ലോകതലത്തിൽ വർദ്ധിക്കുകയും അതിന്റെ വിവിധ മുഖങ്ങൾ ലോകതലത്തിൽ വരികയും അതിന്റെ ആളുകളായിട്ട് പലരും മാറുകയും ചെയ്യുമ്പോ മുസ്ലിമേ, നിന്റെ കൽബിലെങ്ങാനും ഒരിക്കലെങ്ങാനും തോന്നിപ്പോയാൽ, ഇതിനൊന്നും പ്രശ്നമില്ലാന്ന് തോന്നിപ്പോയാൽ, പച്ച ഹറാമിന് കുഴപ്പമില്ലെന്ന് തോന്നിപ്പോയാൽ ഈമാന് പോയി കേട്ടോ. ഇതിനത്ര പ്രശ്നമൊന്നുമില്ല. എത്ര ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്, എത്ര ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല് വന്നാൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈമാന് പോയി. അതുകൊണ്ടാണ് ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം, ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം. എത്ര സന്നിഗ്ധ ഘട്ടമാണെങ്കിലും അതിനോട് സമരസപ്പെടുന്ന ഒരു രംഗം നമുക്ക് ഉണ്ടായിക്കൂടാ. എത്ര ബുദ്ധിമുട്ടുള്ള സംഗതി വന്നാലും അത് സ്വീകരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിക്കൂടാ. ലാഘവത്തോടെ കാണരുത്, ലാഘവത്തോടെ കാണരുത്. ഹറാമിനെ ഹറാമായിട്ട് തന്നെ കാണണം. അതിനൊന്നും പ്രശ്നമില്ല എന്ന് കാണരുത്. പ്രായപൂർത്തിയും പക്വതയും എത്തിയിട്ട് 1-2 മക്കളുള്ള ഒരു ഉപ്പയോട് അല്ല, അങ്ങനെയൊന്നും ഈ രൂപത്തിലൊന്നും വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ. ഇസ്ലാമികമായിട്ട് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമില്ലേ എന്ന് ഒരു ഉസ്താദ് നല്ല ഉപദേശം നൽകിയതാണ്. അയാളെ ബുദ്ധിമുട്ടാക്കുക അല്ലെങ്കിൽ അപമാനിക്കുക ഒന്നുമില്ല, വ്യക്തിപരമായിട്ട് ഉപദേശിച്ചതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇപ്പൊ ദുന്യാവിൽ ജീവിക്കാൻ കഴിയും, കുറച്ചൊക്കെ എങ്ങനെ ഇല്ലാതെ ഇപ്പൊ എങ്ങനെ ജീവിക്ക? സുബ്ഹാനല്ലാഹ്, എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇതൊക്കെ കുറച്ച് അനുവദിക്കണം എന്നല്ലേ ആ പറഞ്ഞ മനസ്ഥിതി? ഉസ്താദ് പറയുന്നത്, ഈ രൂപത്തിലുള്ള നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം അത് ശരിയല്ല. അറിവില്ലാതെ ധരിച്ചതാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. നിങ്ങളെ മോനും ധരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. വളരെ കടുത്ത ഭാഷയിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്നൊക്കെ ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ലേ? ഈ വിഷയം നമ്മിൽ നിന്ന് ഉണ്ടാകാതെ സൂക്ഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ മറുപടി എന്താണെന്നറിയോ? ഇങ്ങനൊക്കെ അല്ലാതെ ഇപ്പത്തെ കാലത്ത് ജീവിക്കാൻ കഴിയോന്നാണ്. സഹോദരങ്ങളെ, ഏത് കാലം മാറി വന്നാലും ഹറാമ് ഹറാമായിട്ട് തന്നെ വിലയിരുത്തണം. ഹലാലിന്റെ പരിവേഷം കൊടുത്തുകൂടാ. +2 കാരിയായ ഒരു പെണ്ണിനെ പർദ്ദ ധരിച്ച് മഫ്ത ധരിച്ച് ബുർഖ ധരിച്ച ഉമ്മാന്റെ കൂടെ തോളിൽ ഒരു ഷാളുമിട്ടിട്ട് കണ്ടപ്പോ ഒരു പൊതുപ്രവർത്തകനായ ദീനീ പ്രവർത്തകൻ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ നല്ല മുത്തഖിയായ ഉമ്മയാണ്, പക്ഷേ കെട്ടിക്കാൻ പ്രായമായ നിങ്ങളെ കൂടെയുള്ള ഈ മകള് +2 പഠിച്ചു കഴിഞ്ഞ ഈ പെണ്ണ് തലയിൽ ഒരു തട്ടമില്ലാതെ തോളിൽ ഒരു തട്ടമിട്ടിട്ടല്ലേ പോകുന്നത്? തലയിൽ തട്ടമിടാതെ നടക്കുന്നത് ഹറാമല്ലയോ എന്ന് പറയുന്ന സമയത്ത് മറുപടി വന്നത് എങ്ങനെയെന്നറിയോ? നമ്മൾ വാക്കുകളെ ശ്രദ്ധിക്കാനാ ഞാൻ പറയുന്നത്. അത് ഒരു പൊതുജീവിതം ആരംഭിക്കുമ്പോഴൊക്കെ ആരംഭിച്ചാ പോരെ. തട്ടമിട്ടിട്ട് ബുർഖയിട്ടിട്ട് പർദ്ദയിട്ട് മട്ടത്തിൽ നടക്കുന്നത് മതിയോ സഹോദരാ? മതിയോ ഉമ്മ?
അതുവരെ ഈ ഹറാമിന് പെർമിഷൻ ഉണ്ട് എന്നാണോ പറയുന്നത്? ആരാ നമുക്ക് അനുവാദം നൽകിയത്? ആരാ നമുക്ക് അംഗീകാരം നൽകിയത്? ഇതിന് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഇത് പാടില്ലെന്ന് പറയുന്ന വിഷയം നമ്മൾ തിരുത്തിയില്ലയോ? നന്നായി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഹറാമിനെ ലാഘവത്തോടെ കാണരുത്. ഹറാമിനെ വർജിക്കുന്ന മനസ്സാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. പൂർവികർ ഈമാനെ കാത്തു സൂക്ഷിച്ചത് നോക്ക് നിങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ റോമിൽപ്പെട്ട രാജാവിന്റെ ഒരു പോരാളി, റോമിലെ രാജാവ് അന്ന് മുസ്ലിമല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ആ രാജാവിന്റെ ഒരു പോരാളി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. റോമിലെ രാജാവിന് വിവരം കിട്ടി, ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിവരം കിട്ടി. റോമിലെ രാജാവ് പറഞ്ഞു, അവരെ എല്ലാവരെയും ചെങ്ങലയിൽ ബന്ധിക്കണം. ചെങ്ങലയിൽ ബന്ധിച്ച് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ റുക്കൂഇന്റെ രൂപത്തിലേ കൊണ്ടുവരാവൂ. റുക്കൂഇന്റെ രൂപത്തിൽ രാജാവിന്റെ മുന്നിലേക്ക് കടക്കുന്ന രൂപത്തില് ആ രാജാവിന്റെ മുന്നിലേക്ക് നേർക്ക് കടക്കാൻ പറ്റൂല. ഒന്ന് വളഞ്ഞിട്ട് രാജാവിന്റെ മുന്നിലേക്ക് പോകണം. നിർബന്ധമായിട്ടും ഒരാൾക്ക് റുക്കൂ ചെയ്യിപ്പിക്കുന്ന സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ രാജാവിന്റെ മുന്നിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അതേ ചെങ്ങലയിൽ ബന്ധിച്ച് റുക്കൂഇന്റെ രൂപത്തിൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് എത്തിയപ്പോ റുക്കൂഇന്റെ രൂപത്തിൽ അങ്ങോട്ട് കടക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഅസ്തഹീ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അദ്ഖുല അലൽ കാഫിരി കഹൈഅത്തിർ റാകിഈ. അള്ളാഹുവിന്റെ റസൂല്, ഞാൻ വിശ്വസിച്ച മുത്ത് നബി തങ്ങള് ഞാൻ ഈ ചെയ്യുന്നത് കാണുന്നുവല്ലോ, അള്ളാഹിന്റെ റസൂല് കാണുമല്ലോ. നബി തങ്ങൾ വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാഫിറിന്റെ സവിധത്തിലേക്ക് റുക്കൂ ചെയ്യുന്ന കോലത്തിൽ പോകുന്നത് എനിക്ക് നാണമാണ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വിടുന്നുണ്ട്. ഒരുപാട് സഹോദരിമാര് ഉമ്മമാര് വന്നിട്ടുണ്ട് എന്ന് സംഘാടകര് പറഞ്ഞു. നല്ല സംഭാവന കൊടുത്തേക്കണം പരിപാടിക്ക് വേണ്ടി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ഇരിക്കട്ടെ സഹോദരങ്ങളെ, റുക്കൂഇന്റെ രൂപത്തിൽ എനിക്ക് അങ്ങോട്ട് കിടക്കുന്നത് നാണമാണ്, എനിക്കത് പറ്റൂലാന്ന് ഈ ഒരു മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞപ്പോ രാജാവിന്റെ അനുയായി പറഞ്ഞു, ആ രൂപം അവിടെ നിന്ന് ഉയർത്തു. അയാള് തലകുനിച്ച് വരാതെ നേർക്കുനേരെ വരട്ടെ. നേർക്കുനേരെ മുന്നോട്ട് കടന്നു എന്നു. അതേ കുനിച്ചു പോകുന്ന സ്വഭാവം, അതിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുക്കാൻ പറഞ്ഞു. നേരെ രാജാവിന്റെ അനുയായിയുടെ മുന്നിലേക്ക് പോയി. ദീർഘനേരം സംസാരിച്ചപ്പോ റോം രാജാവിന്റെ അനുയായി പറഞ്ഞു, നീ ഞങ്ങളെ ദീനിൽ പ്രവേശിക്കണം. ഒരാളോട് പറയാണ്, ഞങ്ങളെ മതത്തിൽ നീ പ്രവേശിക്കണം. എന്റെ കയ്യിലുള്ള ഭരണത്തിന്റെ മോതിരം നിന്റെ കയ്യിലേക്ക് വെച്ചു തരാം. റോമിന്റെ അധികാരം നിനക്ക് ലഭിക്കും. നിനക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാം. ആ സമയത്ത് മുസ്ലിമായ സഹോദരൻ ആ റോമിന്റെ അധിപനോട് ചോദിച്ചു, അല്ല, കം ലിറൂമി മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് റോമെന്ന് പറയുന്ന പ്രദേശം എത്രയുണ്ട്? അതേ, കുറഞ്ഞ പ്രദേശമല്ലേ ഉള്ളൂ. ദുനിയാവ് മൊത്തം റോമല്ലല്ലോ, ദുനിയാവിന്റെ പകുതി റോമല്ലല്ലോ. ദുനിയാവിൽ കുറഞ്ഞ ഭാഗമല്ലേ റോമെന്ന് പറയുന്നത്. ലൗകാനത്തിദ് ദുനിയാ കുല്ലുഹാ ലഹും മംലൂഅതൻ ദഹബൻ വജവാഹിറ വഅതുഹാ ഖിലാഅതുഹാ ഇലയ്യ ബദലൻ അൻ സമാഇ അദാനി യൗമിൻ മാ ഖബിൽതുഹാ.
മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? ഈ റോമെന്ന നാട് മുഴുവനും സ്വർണവും മുത്തും രത്നവും നിറച്ചിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ വന്ന് എന്റെ കയ്യിലേക്ക് സംഭാവനയായി കൊണ്ടുതരുന്നത് ഒരൊറ്റ ദിവസത്തെ വാങ്ക് കേൾക്കാതിരിക്കുന്നതിന് പോലും പകരമായി സ്വീകരിക്കാൻ പറ്റൂല. ഇന്നത്തെ വാങ്ക് നീ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വക്തിന്റെ വാങ്ക് കേൾക്കാതിരിക്കാൻ ഈ നാട് നിറയെ നിങ്ങൾ സ്വർണം എന്റെ കയ്യിൽ കൊണ്ടുവന്നാലും ഞാനത് സ്വീകരിക്കൂല. അപ്പൊ ചോദിച്ചു, ഈ റോമിന്റെ സൈന്യത്തിന്റെ അധിപൻ ചോദിച്ചു, എന്താണ് വാങ്കെന്ന് പറയുന്നത്? വാങ്കങ്ങ് ഉച്ചത്തിൽ ചൊല്ലിക്കൊടുത്തു. ആ വാങ്കിലുണ്ടല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ രണ്ട് വാക്കുകൾ കേട്ടപ്പോ റോമിന്റെ അധിപൻ പറഞ്ഞു, നേതാവ് പറഞ്ഞു, ഈ മനുഷ്യന്റെ മനസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് ഇയാളെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. പെട്ടെന്നൊന്നും ഇയാളെ മടക്കാൻ കഴിയൂല. മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ട് ഒരാളെ പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അധികാരത്തിന്റെ മോതിരമാണ് കയ്യിലേക്ക് തരാമെന്ന് പറഞ്ഞത്. അധികാരത്തിന്റെ മോതിരോ? ഈ നാട് മൊത്തം നിങ്ങൾ സ്വർണവും മുത്തും മറ്റൊക്കെ നിറച്ചു വന്നാലും ഒരു നേരത്തെ വാങ്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കൂല. പിന്നല്ല നാടിന്റെ അധികാരം മൊത്തം. അപ്പൊ വാങ്ക് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് മറ്റേ ആള് പറഞ്ഞത്, ആ വാങ്കിലുണ്ടല്ലോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ഇവരൊക്കെ കൽബിൽ ഉറച്ചു പോയിട്ടുണ്ട്. പെട്ടെന്ന് ഇവരെ മടക്കിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് താമസിപ്പിച്ചുകൊണ്ട് ശിക്ഷകൾ കൊടുക്കാം. സൈന്യങ്ങളോട് ഉത്തരവിടുന്നു. എന്താണ് അടുത്ത ഉത്തരവ്? വലിയ ഒരു തീ കത്തിച്ചിട്ട് അതിന്റെ മേലെ ഒരു ചെമ്പ് കൊണ്ടുവന്ന് വെക്കണം. ആ ചെമ്പിലേക്ക് വെള്ളം ഒഴിക്കണം, നിറയെ വെള്ളം ഒഴിക്കണം. ചെമ്പ് കൊണ്ടുവന്നു വെക്കുന്നു. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ ചോദ്യം ചെയ്ത് ഉത്തരം പറഞ്ഞ് വാങ്കൊക്കെ കൊടുത്ത ആള് ചെമ്പ് കാണുകയാണ്. നമ്മളൊന്ന് ഈമാനിനെ ചിന്തിക്കണം കേട്ടോ. ചെമ്പ് കാണുകയാണ്. ആ ചെമ്പിന്റെ അടിയിൽ തീ എങ്ങനെ കത്തുന്നു? വെള്ളം കൊണ്ടുപോയി ഒഴിക്കുന്നു. വെള്ളം എങ്ങനെ തളച്ചു പൊന്തിയപ്പോ പിടിച്ച് വെള്ളത്തിലേക്ക് അയാളെ വലിച്ചെറിയൂ എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടി പിടിച്ച് ഈ മനുഷ്യനെ ചെമ്പിലേക്ക് വലിച്ചെറിയുമ്പോ ചെമ്പിലേക്ക് എത്തുന്നത് കുറെ ദൂരത്ത് നിന്ന് എറിഞ്ഞിട്ടാണ്. ചെമ്പ് തൊടാനായ നേരത്ത് മുസ്ലിം അങ്ങ് ചൊല്ലിപ്പോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മോടുകൂടെ പടച്ച റബ്ബല്ലേ ഈ തീന് ശക്തി കൊടുക്കുന്നവൻ, പടച്ച റബ്ബല്ലേ ഈ വെള്ളം തിളപ്പിക്കുന്നവൻ, പടച്ച റബ്ബല്ലേ ഈ തീന് ചൂട് കൊടുക്കുന്നവൻ, ആ അള്ളാഹുവിന്റെ ഇസ്മോടെ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ബിസ്മീൻ ചൊല്ലിയിട്ട് ആ ചെമ്പിലേക്ക് അങ്ങ് കിടന്ന് ഒരു ഭാഗത്തുകൂടെ പ്രവേശിച്ച് മറ്റൊരു ഭാഗത്തുകൂടെ പുറത്തേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്. അവർക്കൊന്നും തൊടാൻ കഴിയാതെ തിളച്ചു മറിയുന്ന വെള്ളം, അതിന്റെ ചൂടിന്റെ ഡിഗ്രി കൊണ്ട് എത്രയോ ഉയരത്തിലേക്ക് അതിന്റെ ആവി പൊങ്ങുന്നുണ്ട്. അത്ഭുതപ്പെട്ടുപോയി. വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്, വല്ലാത്തൊരു ഈമാൻ തന്നെയാണ്. ഈ മനുഷ്യനൊന്നും പറ്റിയില്ലേ? അവര് നോക്കുന്നു, ഒരു ഭാഗത്തും പൊള്ളിയിട്ടില്ല, രോമം കരിഞ്ഞിട്ടില്ല, കല വീണിട്ടില്ല, എവിടെയും ചുവപ്പോ മറ്റു കളറുകളോ ഒന്നുമായിട്ടില്ല. അതാ അടുത്ത ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. രാജാവിന്റെ സൈന്യത്തിന്റെ അധിപൻ പറയുന്നു, ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി താമസിക്കണം ഈ മനുഷ്യനെ. ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ആ മുറിയിൽ തന്നെ കെട്ടിയിടൂ. അതേ ഇരുട്ടുമുറിയിലേക്ക് പാത്രത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കേണ്ടത് പന്നിമാംസവും കള്ളും മാത്രമാണ്. പച്ചവെള്ളം കൊടുക്കരുത്,
കടിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണവും കൊടുക്കരുത്. എങ്ങനെയുണ്ട് ഈമാൻ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. റൂമിൽ കൊണ്ടുപോയി അടച്ചിടുന്നു. 40 ദിവസം കൊടുക്കാൻ വേണ്ടി പറയുന്നത് കള്ളും പന്നിമാംസവുമാണ്. പന്നിമാംസം ഹറാമല്ലേ? കള്ളും ഹറാമല്ലേ? ഖംറും ഹറാമല്ലേ? അത് കൊടുക്കാനാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. റൂമിലുള്ള വെളിച്ചം കെടുത്തിയിട്ട് ഒരു പാത്രത്തിൽ നിറയെ കള്ളും മറ്റൊരു പാത്രത്തിൽ അതാ ചുട്ടതും പൊരിച്ചതുമായ പന്നിമാംസവും വെച്ചുകൊണ്ട് മുന്നിലേക്ക് വെക്കുന്നു. ചെറിയ സ്വബറ് മതിയോ? ചെറിയ ക്ഷമ മതിയോ? അല്ലാഹു തന്ന ഈമാനിന്റെ വലുപ്പവും അല്ലാഹു തന്ന ഈമാനിന്റെ കടുപ്പവും അല്ലാഹു തന്ന ഈമാനിന്റെ യശസ്സും മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല. മുൻഗാമികൾ അനുഭവിച്ചു പോയി, മധുരം ആസ്വദിച്ചു പോയി. കുലുക്കമില്ലാത്ത ഈമാൻ കയ്യിലേന്തിപ്പോയി. ഈ റൂമിന്റെ ഉള്ളിൽ വെളിച്ചം കൊടുക്കാതെ പട്ടിണിക്ക് ഈ മനുഷ്യരെ ഇട്ടിട്ട് 40 ദിവസം ഇങ്ങനെ ചെയ്തപ്പോ സുബ്ഹാനല്ലാഹ്, ബാക്കിയുള്ളവര് വിചാരിച്ചു 1-2 ദിവസമൊക്കെ അയാള് പട്ടിണി സഹിച്ചിട്ട് പിന്നെ അയാൾ ഒരു പക്ഷേ ഭക്ഷിച്ചേക്കും എന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവര് നിർബന്ധിതമായ ഘട്ടത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ അത് ഭക്ഷിക്കാം. ആയുസിനെ, ശരീരത്തിന്റെ ആരോഗ്യത്തെയും ജീവത്തെയും നിലനിർത്താൻ വേണ്ടിയിട്ട് ദീനീപരമായിട്ട് ഭക്ഷിക്കൽ ജായിസാണോ എന്ന് ചോദിച്ചാൽ വേറൊന്നും കിട്ടാത്ത രൂപത്തിൽ ഭക്ഷിക്കാം. പക്ഷേ അവർ ഈമാൻ അതിന് സമ്മതിക്കൂല. അവർ ഇഖ്ലാസ് അതിന് സമ്മതിക്കൂല. ആ ഒരു പഴുതു നോക്കിയിട്ട് അവര് ഭക്ഷിക്കൂല. 40 ദിവസം കഴിഞ്ഞിട്ട് റൂം തുറന്നു. റൂം തുറന്നപ്പോ വെച്ചതൊക്കെ അങ്ങനെയുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. ചോദിച്ചു അവര്, കൈഫലാ തഅകുലു മിൻഹു, ഓ മനുഷ്യ, എന്തേ ഇതിൽ നിന്ന് നീ ഭക്ഷിക്കാതിരുന്നത്? പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്കിത് ഭക്ഷിക്കാമല്ലോ, നിന്റെ മതം അതിന് അനുവദിക്കുന്നുണ്ടല്ലോ. എന്താണ് മുസ്ലിം പോരാളിയുടെ മറുപടി എന്നറിയോ? ലൗ അകൽതു മിൻഹു ലഫറഹതും, ഞാൻ അല്പമെങ്കിലും അതിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം വരൂലേ? നിങ്ങൾ തിന്നുന്ന അല്ലാഹ് ഹറാമാക്കിയത് ഞാനും തിന്നു എന്നൊരു സന്തോഷം നിങ്ങൾക്ക് തോന്നൂലേ? അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം വരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും തന്നെ ഭക്ഷിച്ചില്ല. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നിലനിർത്തി തന്നു. അല്ലാഹു തആല കൊടുക്കൂലേ റിസ്ക്? അല്ലാഹു തആല കൊടുക്കും. അല്ലാഹു കൊടുക്കൂലേ ആരോഗ്യം? അല്ലാഹു തആല കൊടുക്കും ആരോഗ്യം. ഒന്നും ഭക്ഷിക്കാതെ ബുദ്ധിമുട്ടായി നിന്നിട്ട് വിശപ്പ് അനുഭവിച്ച് മരിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോ അവർക്ക് ഇല്ല. ഭക്ഷണമൊന്നും കടിക്കാതെ, നല്ല ഭക്ഷണമൊന്നും കൊടുക്കാതെ ലിമിറ്റായ ഭക്ഷണം മാത്രം കൊടുത്തിട്ട് തടവിൽ പാർപ്പിച്ചിരുന്നില്ലേ ബഹുമാനപ്പെട്ട ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു നേരം നോക്കിയ ഹാരിത്തിന്റെ മകളായ സൈനബ് ഖുബൈബ് റളിയല്ലാഹു അൻഹു പോയി നോക്കിയപ്പോ സൈനബ് എന്ന് പറയുന്ന ആ പെണ്ണ് പറഞ്ഞു, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു പോലെ നല്ലൊരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല. ഖുബൈബ് തങ്ങൾ എന്റെ വീട്ടിന്റെ മുറിയിൽ താമസിക്കുമ്പോ ഞാൻ കണ്ടു അദ്ദേഹം കയ്യിൽ മുന്തിരിക്കൊല പിടിച്ച് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. മക്കയിൽ എവിടെയും മുന്തിരി കിട്ടുന്ന കാലമല്ല. അത് ഖുബൈബ് തങ്ങൾക്ക് സെപ്പറേറ്റ് ആയി അല്ലാഹു നൽകിയ ഭക്ഷണം തന്നെ. കനിയില്ലാ കാലം നീയെ കൊടുത്തോവർ, കരിഞ്ഞാമരത്തിന്മേൽ കയാ നിറച്ചോവർ,
മക്കയിൽ എവിടെയും മുന്തിരി കിട്ടാത്ത കാലം, ഒരൊറ്റ മരത്തിലും മുന്തിരിയില്ലാത്ത കാലം, ഹുബൈബ് തങ്ങൾക്ക് അല്ലാഹു മുന്തിരി എന്ന ഭക്ഷണം കൊടുത്ത് സന്തോഷം നൽകിയില്ലയോ? അള്ളാഹുവിന്റെ സ്പെഷ്യൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവല്ലേ? അതിനാരെങ്കിലും മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ലേ, ഇല്ല. 40 ദിവസം ഈ മുസ്ലിം സഹോദരൻ ആ റൂമിന്റെ ഉള്ളിൽ താമസിച്ചിട്ട് ഒരു വെള്ളത്തിന്റെ ഒരു മുറുക്ക് പോലും കുടിക്കാതെ, ഖംറിന്റെ ഒരു ചെറിയ തുള്ളി പോലും കടിക്കാതെ, പന്നിമാംസം ഒരു കഷ്ണം പോലും രുചി നോക്കാതെ എങ്ങനെയാ സഹോദരങ്ങളെ തള്ളി നീക്കിയത്? അല്ലാഹുവല്ലേ അവർക്ക് ആരോഗ്യം നൽകിയത്? അല്ലാഹുവല്ലേ അവർക്ക് ഈമാന് നൽകിയത്? ഈമാനിന്റെ ഒരൊറ്റ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ ഈ ത്യാഗം അവർ സഹിക്കുന്നത്? അപ്പൊ പിന്നെ സഹായം കൊടുക്കുന്നത് അല്ലാഹു തന്നെയാണ്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് അവിചാരിത മാർഗത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകും. അവന് കൊടുക്കേണ്ട മാർഗങ്ങളൊക്കെ അല്ലാഹു കൊടുക്കും, പരിഹാരങ്ങളൊക്കെ കൊടുക്കും. ഇതും നടന്നില്ല എന്ന് കണ്ടപ്പോ സൈന്യാധിപൻ ആ മനുഷ്യനോട്, മുസ്ലിമിനോട് പറഞ്ഞു, എങ്കിൽ ഒന്നും നീ ഭക്ഷിക്കാത്തത് കൊണ്ട് നിന്നെ വഴിക്ക് വിടണോ? നിന്റെ കൂടെയുള്ള തടവുകാരെ ഞാൻ വിട്ടേക്കണോ? എന്റെ കാലിൽ കിടന്നൊരു സുജൂദ് നീ ചെയ്തേക്കൂ, എന്റെ കാലിൽ കിടന്നൊരു സുജൂദ് നീ ചെയ്തേക്കൂ. അപ്പോൾ ആ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, റോമിലെ അധിപനോട് പറഞ്ഞു, ഇന്ന സുജൂദ ഫീ ദീനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജൂസു ഇല്ലാ ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതത്തില് അല്ലാഹ്ക്കല്ലാതെ വേറാക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. എന്നിട്ടാണോ നിനക്കൊരു സുജൂദ്? എന്നിട്ടാണോ നിന്റെ മുന്നിലൊന്ന് വീഴുന്നത്? നടക്കൂല കേട്ടോ. അപ്പോൾ സൈന്യാധിപൻ അവസാനം തോറ്റിട്ട് പറഞ്ഞു, എങ്കിലൊരു കാര്യം പറയട്ടെ, നീ എന്റെ കൈയൊന്ന് ചുംബിക്കണം. അതെ, ഞാൻ നിന്റെ മാർഗവും നിന്റെ കൂടെയുള്ള തടവുകാരെയും വിട്ടുതരാം. എന്റെ കൈ നീ ചുംബിക്കുമോ? അപ്പോഴും മുസ്ലിം പറഞ്ഞു, ഇന്ന ഹാദാ ലാ യജൂസു ഇല്ലാ ലിൽ അബി. കൈ ചുംബനം ബാപ്പാന്റെ കൈ ചുംബിക്കാം. ബാപ്പാന്റെ കൈ ചുംബിക്കുന്നത് സുന്നത്താണ്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർക്ക് അതൊരു പരിചയം പോരാ അല്ലേ? ഇപ്പൊ അടുത്ത് ഉംറക്ക് പോകുന്ന ഒരാളോട് ഉംറക്ക് പോകല്ലേ, ഇനിയെന്താ അവസ്ഥ ചെയ്യേണ്ടത്? യാത്രന്റെ സുന്നത്തായ 2 റക്അത്ത് നിസ്കരിച്ചു, ചൊല്ലേണ്ടത് ദിക്റൊക്കെ ചൊല്ലി, നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സൂറത്തൊക്കെ ഓതാനുണ്ട്, അതൊക്കെ ഓതി യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ അങ്ങനെയാണ്. യാത്രയുടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ചില ഓതേണ്ട സൂറത്തൊക്കെ ഓതണം. ഓതി കഴിഞ്ഞ് ദ്വാരന്ന് അവിടെയുള്ള ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കണം. യാത്ര പോകുന്ന ആൾ സ്വതക്ക കൊടുക്കൽ സുന്നത്താണ്. ഇനി ദുബായിലേക്ക് പോകുന്ന ആളാണെങ്കിലും ശരി, ജിദ്ദയിലേക്ക് പോകുന്ന ആൾ ശരി, യാത്രക്കാരൻ സ്വതക്ക കൊടുക്കുന്നത് സുന്നത്താണ്. പഴയ കാലത്തെ ഹജ്ജിന് പോകുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പഴയ കാലത്തെ ഹജ്ജിന് പോകുമ്പോ അങ്ങനെയാണ്. അന്ന് ചില്ലറയാക്കിയ 2ന്റെ നോട്ട് 1ന്റെ നോട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കാണാനല്ല, അത് വേറെ വിഷയോ. 2ന്റെ നോട്ട് 1ന്റെ നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാകും. എന്നിട്ട് ആ വന്ന ആളുകൾക്കൊക്കെ കൊടുക്കും. മുതിർന്ന ആളുകൾക്ക് ഒരു 10 രൂപ കൊടുക്കും, കുറച്ചുകൂടി ആളുകൾക്ക് 5 രൂപ കൊടുക്കും. 5 രൂപ 10 രൂപ എന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിന് അരി കിട്ടും. ഇന്നത്തെ പോലെയല്ല. അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ 1 രൂപ 2 രൂപ അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും സ്വതക്ക കൊടുക്കും, കുട്ടികൾക്കടക്കം. എന്നിട്ടാണ് ഹജ്ജിന് പോകുന്ന ആള് വീട്ടിൽ നിന്ന് വാഹനത്തിലേക്ക് കയറുക. ഇത് വല്ലാത്തൊരു സന്തോഷമുള്ള യാത്ര. ആ വാഹനത്തിലേക്കാളും കയറി വാഹനം അങ്ങനെ നീങ്ങുമ്പോ വാഹനം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ബാങ്ക് വിളിക്കും. അതും ഒരു സുന്നത്താണ്. അങ്ങനെ ബാങ്ക് വിളിക്കും. ആ സുന്നത്തുകളൊക്കെ ചെയ്യും. ഉംറക്ക് പോകാൻ ഇറങ്ങുന്ന ആള് കാര്യങ്ങളൊക്കെ ചെയ്തിറങ്ങുമ്പോ ഞാൻ പറഞ്ഞു, ആരെ വീട്ടിലുള്ള ബാപ്പുണ്ട്, ഉമ്മണ്ട്, എന്നാ അവരെ ഒന്ന് മുസാഫത്ത് ചെയ്ത് കൈയൊന്ന് പിടിച്ച് മുത്തിക്കോളി എന്ന് പറഞ്ഞു, ചുംബിച്ചോളി, സുന്നത്താണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉസ്താദെ മുസാഫത്ത് ചെയ്താ പോരെ, ചുംബിക്കണോന്ന്? ബാപ്പാന്റെ കൈ ചുംബിക്കൽ സുന്നത്താണ്. ബാപ്പ ആലിമാകണം എന്നില്ല. ബാപ്പ ആലിമാകണം എന്നില്ല. ബാപ്പാന്റെ കൈ നീ ചുംബിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല, ബാപ്പ നിനക്ക് ജന്മം നൽകാൻ നിമിത്തമായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്.
ഉമ്മാന്റെ കൈയും നീ പിടിച്ച് ചുംബിക്കണം, ഉമ്മാമ്മയുടെ കൈയും പിടിച്ച് ചുംബിക്കണം, ഉപ്പാപ്പയുടെ കൈയും പിടിച്ച് ചുംബിക്കണം. സദാത്തുക്കളെ കൈ ചുംബിക്കുന്നത് അവർ അഹ്ലു ബൈത്തിൽ അംഗമായി എന്ന ബഹുമാനം കൊണ്ടാണ്. ഉലമാഇന്റെ കൈ ചുംബിക്കുന്നത് ഇൽമു കൊണ്ട് അല്ലാഹു ആദരിച്ചു എന്ന നിലക്കാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേറെ കാരണങ്ങളുണ്ട്. ബാപ്പക്ക് ഒരു കാരണവും വേണ്ട, ബാപ്പ ബാപ്പായി എന്നുള്ള കാരണം കൊണ്ട് തന്നെ കൈപിടിച്ച് ചുംബിക്കണം. അത് സുന്നത്താണ്, ഒരു പൊരുത്താണ്. ഉമ്മാന്റെ കൈയും പിടിച്ച് ചുംബിക്കണം. യാത്ര പോകുന്ന ആളുകൾക്ക് സുന്നത്താണ്. ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇനി ചെയ്യാ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ മുസ്ലിം സഹോദരൻ പറഞ്ഞു, ചുംബിക്കേണ്ടത് ബാപ്പാന്റെ കൈയല്ലേ, നീ എന്റെ ബാപ്പല്ലല്ലോ. നീതിമാനായ രാജാവിന്റെ കൈ ചുംബിക്കണം, നീ നീതിമാനല്ലല്ലോ. 40 ദിവസം എന്നെ പട്ടിണി കിട്ട, നീ എന്ത് നീതിമാനാ? നിന്റെ കൈ എങ്ങനെ ചുംബിക്കാതാ? അല്ലെങ്കിൽ എന്റെ ഉസ്താദിന്റെ കൈ ചുംബിക്കണം. അത് ഉസ്താദ് എനിക്ക് അക്ഷരം പഠിപ്പിച്ചു എന്നുള്ളവർക്കാണ്. ആ ഉസ്താദ് ഇപ്പൊ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ശരി, അല്ലാത്ത ആളാണെങ്കിലും ശരി, നമ്മളെ പണ്ട് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് ഇപ്പൊ ആ ഉസ്താദ് ഒരു കച്ചവടക്കാരനാണ്. പക്ഷെ നമുക്ക് ഉസ്താദാണത്. ആ ഉസ്താദിന്റെ അലിഫിന്റെ മേലെയാണ് നമ്മൾ ഇന്നും ഫാത്തിഹ ഓതുന്നത്, ഖുർആൻ ഓതുന്നത്, തക്ബീർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്. ആ അക്ഷരക്കൂട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാവിൽ ഉറപ്പിച്ചു തന്നത് ആ ഉസ്താദാണ്. എപ്പോഴും ആ ഉസ്താദിനോട് ബഹുമാനം വേണം. ആ ഉസ്താദ് ആ മേഖലയിൽ നിന്ന് വിട്ടാലും നമുക്കത് ഉസ്താദാണ്. ബഹുമാനം വേണം, ആദരവ് വേണം. രോഗിയായാൽ സന്ദർശിക്കണം, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, ഹദിയകൾ കൊണ്ടുപോയി കൊടുക്കണം, നാട്ടിൽ വരുമ്പോൾ പോയി സന്ദർശിക്കണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം, ദാരിദ്ര്യമുണ്ടെങ്കിൽ ഉസ്താദിന് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണം. എല്ലാ സ്നേഹപരമായ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ ഉസ്താദ് മുഅല്ലിം അല്ലെങ്കിലും ശരി, നമുക്ക് ഇൽമു പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് നമ്മുടെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നത് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ അത്ര കണ്ട് അല്ലാഹു നമുക്ക് ഉയർച്ച നൽകും. ഉസ്താദുമാർക്ക് വലിയ ബഹുമാനം കൊടുക്കണം. മദ്രസയിലെ ഉസ്താദുമാര് അടിത്തറ ഭാഗ്യവരാണ് നമ്മുടെ ഇൽമിന്. അവരാണ് നമ്മുടെ അടിത്തറ ഭാഗ്യവര്. കുറെ നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാര് പലരും മരണപ്പെട്ടു പോയി. അല്ലാഹു അവർക്കൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലായി കൊടുക്കട്ടെ. മുഖറബീങ്ങളിൽ അല്ലാഹു സ്ഥാനം കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സഹോദരന്മാരെ, ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരോട് ശുക്റാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, എപ്പോഴും ദ്വാരക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എനിക്ക് ഇൽമു പഠിപ്പിച്ചെന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല, എന്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ദുആ ചെയ്യാതെ ഒരൊറ്റ നിസ്കാരവും ഇല്ല. ഞാൻ ഏത് ഫർദ് നിസ്കരിച്ചിട്ടുണ്ടോ, സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ, എന്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ദുആ നടത്തിയിട്ടല്ലാതെ ഒരൊറ്റ നിസ്കാരവും നിർവഹിച്ചിട്ടില്ല. ബാപ്പ ഉമ്മക്ക് എപ്പോഴും ദുആ ചെയ്യണം. എല്ലാ ദുആകളിലും ബാപ്പാനെ ഉമ്മാനെ ഉൾപ്പെടുത്തണം. അവരെ മറന്നിട്ടൊരു ദുആ പറ്റൂല. ഉസ്താദുമാരെ ഒഴിവാക്കി ഒരു ദുആ പറ്റൂല. നമ്മുടെ ജീവിതത്തിന്റെ അവലംബങ്ങളാണ്, വിജയത്തിന്റെ നെടുന്തൂണുകളാണ് ഇവര്. ഇരിക്കട്ടെ, ഈ മുസ്ലിം പറയുന്നു, ഞാനൊന്നുകിൽ കൈ ചുംബിക്കേണ്ടത് ബാപ്പാന്റെ കൈയല്ലേ, നീ എന്റെ ബാപ്പയല്ല, നീതിമാനായ ഭരണാധികാരിന്റെ കൈയല്ലേ. 40 ദിവസം എന്നെ പട്ടിണി കിട്ട നിനക്കെന്ത് നീതിയാണ്? നിന്റെ കൈ ചുംബിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ നീ എന്റെ ഉസ്താദാകണം, നീ ഉസ്താദല്ലല്ലോ, പിന്നെങ്ങനെ കൈ ചുംബിക്കാനാ? സുബ്ഹാനല്ലാഹ്. അപ്പ പറഞ്ഞു, പിന്നെ എന്റെ കൈ ചുംബിക്കണില്ലെങ്കിൽ എന്നാ പിന്നെ എന്റെ നെറ്റിയിൽ നീ ഒന്ന് ചുംബനം നടത്തിക്കോ. നിന്റെ നെറ്റിയിൽ വേണമെങ്കിൽ ഞാനൊരു ചുംബനം നടത്താം, പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. എന്നാ നിബന്ധന? എന്റെ കൈ നിന്റെ നെറ്റിന്റെ മേലെ വെച്ചിട്ട് എന്റെ കൈയിന്റെ മേലെ ഞാൻ അങ്ങ് ചുംബിക്കാം. ഡയറക്റ്റായി നിന്റെ നെറ്റിക്ക് ചുംബിക്കാൻ എനിക്ക് തോന്നുന്നില്ല.
ഈമാനില്ലാത്ത നിന്റെ നെറ്റിക്ക് എന്തൊരു ബഹുമാനമാണ്. എന്റെ കൈ നിന്റെ നെറ്റിന്റെ മേലെ വെച്ചിട്ട് ഞാനങ്ങ് ചുംബിക്കാം, അങ്ങനെങ്കിലും എന്റെ കൂടുള്ള ആളുകളെ തടവറയിൽ നിന്ന് നീ വിട്ടുതരുമല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം അതാ എന്നാ നീ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു. നെറ്റിന്റെ മേലെ കൈവച്ചു. അങ്ങനെ ആ കൈ ചുംബിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതേ ചുംബിക്കാൻ കൈയിന്റെ മേലേക്ക് കൊണ്ടുപോകുമ്പോ, അല്ലെങ്കിൽ നീ ചുംബിക്കണ്ടെന്നും പറഞ്ഞിട്ട് ആ മുസ്ലിമിനെയും കൂടെയുള്ള തടവുകാരെയും വിട്ടുകൊടുത്തിട്ട് അവർക്ക് ധാരാളം സമ്മാനം കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് റോമിലെ രാജാവിന്റെ വക ഒരു എഴുത്ത്. എന്താണ് ആ എഴുത്തിലുള്ളത്? ലൗ കാന ഹാദർ റജുലു ഫീ ബിലാദിനാ അലാ ദീനിനാ ലകുന്നാ നഅതഖിദു ഇബാദതഹു. ഉമർ തങ്ങളെ, നിങ്ങളെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ പരീക്ഷണത്തിന് വിധേയമാക്കിയ ഒരൊറ്റ വ്യക്തിയുണ്ട്. ചെമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വറച്ചട്ടിയിൽ ശരീരം ഒന്നുമാകാതെ ബിസ്മി ചൊല്ലിയിട്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ്. 40 ദിവസം പട്ടിണിക്കിട്ടിട്ട് മുന്നിൽ 1-ാം നമ്പർ ഹംറും അതുപോലെ പന്നീർച്ചയും കൊടുത്തിട്ട് ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ ആള് നമ്മുടെ നാട്ടിലുണ്ടോ? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ ചേർന്നു പോകും. നമ്മൾ ആ ആരാധന ശരിയായി വെച്ചുകൊള്ളും. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അതാ ഈ മുസ്ലിം സംഘം മൊത്തം അങ്ങോട്ട് ചെന്നപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതേ സമ്പത്ത് നിനക്ക് മാത്രം പോരാ, ഒരുപാട് സമ്പത്ത് റോമിലെ രാജാവ് തന്നിട്ടുണ്ടല്ലോ, മദീനയിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കൂ. സുബ്ഹാനല്ലാഹ്. ആ ആളുകൾ മദീനയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം ആ സമ്പത്ത് വീതം വെച്ചു കൊടുത്തു. ഈമാനിൽ വിജയിച്ചത് കൊണ്ട് സമ്മാനമാണ് കിട്ടിയത്. സഹോദരങ്ങളെ, ഈമാനിൽ അടിയുറച്ചു നിന്നപ്പോ അവര് വിജയിച്ചു പോയി. ഈമാനിൽ ഉറച്ചു നിന്ന ആളുകൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ കയ്യൊഴിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിൽ അടിയുറച്ചു നിൽക്കണം. ഈമാനിനൊരു മാറ്റവും ഉണ്ടായിക്കൂടാ. രണ്ടാമതായി ഒരു കാര്യം പറയട്ടെ, ഈമാന് മാത്രം പോരല്ലോ, സുഹൃതങ്ങളും കൂടെ വേണം, സൽക്കർമ്മങ്ങളും കൂടെ വേണം, നല്ല അമലുകളും കൂടെ വേണം. സുബ്ഹാനല്ലാഹ്. അമലുകളാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട മാർഗം. ഈമാന് മാത്രം പോരാ. അമലുകൾ കുറഞ്ഞു പോകരുത്. ധാരാളം അമല് ചെയ്യണേ.